7000 രൂപ മുതൽ തേക്കിന്റെ ഡോറുകൾ അതേപോലെ തന്നെ കട്ടില ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഇതുണ്ടല്ലേ ഇവരുടെ സാമ്പിൾസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഉള്ളത് ടോൾ ട്രീസ് ഡോർസ് എന്ന് പറയുന്ന ചാലക്കുടി അല്ലേ നമ്മളെ നമ്മളെ ലൊക്കേഷൻ കോട്ട സിഗ്നലിന്റെ അടുത്താണ്. ഓക്കെ, നമ്മളടുത്ത് 7000 രൂപ മുതലാണ് 7000 രൂപ മുതലാണ് നമുക്ക് ഡോറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഈ ഡോറിന്റെ സൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? 7000 രൂപ 7000 രൂപയ്ക്ക് നമുക്ക് ബെഡ്റൂം സൈസിലാണ് വരുന്നത്. ബെഡ്റൂം സൈസ് അതായത് ഒരു 80 സെന്റിമീറ്റർ 50 81 അത് ചെറിയ രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ചെയ്തു കൊടുക്കും അല്ലേ? നമ്മുടെ അടുത്ത് ഡോർ മാത്രമല്ലാതെ വേറെ എന്തൊക്കെയാണ് വരുന്നത്? കട്ടില ജനല വാതിൽ എല്ലാം ഉണ്ട് നമുക്ക്. ഈ ഐറ്റംസ് മാത്രം, ബാക്കിയുള്ള ഫർണിച്ചറും കാര്യങ്ങളൊന്നും വരുന്നില്ല. കട്ടില ജനല് വാതിൽ അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. നമ്മുടെ അടുത്ത് എന്തൊക്കെ വുഡാണ് മെയിൻ ആയിട്ട് വരുന്നത്? വുഡ് നമുക്ക് നാടൻ മരങ്ങളിൽ ഒട്ടുമിക്കതും നമുക്ക് നാടൻ മരങ്ങളിൽ മാത്രമാണ് ഇമ്പോർട്ടഡ് ഒന്നുമില്ല. ഇന്ത്യയിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മരങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? നമുക്ക് എങ്ങനെയാണ് 7000 രൂപക്ക് ഡോർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്? അതും തേക്കില് തേക്കിലെല്ലാം പലകകളെല്ലാം നമുക്ക് ചെറുതായിരിക്കും. അത് ഞാൻ അതിന്റെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ 7000 രൂപ സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് നമുക്ക് പലകകളെല്ലാം നമുക്ക് ചെറിയ പലകകളായിരിക്കും വരുന്നത്. ചെറിയ പലകകളും ജോയിൻ ചെയ്തിട്ടുള്ള പലകളായിരിക്കും വരിക. അത് നമുക്ക് കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ഇതെല്ലാം ഫ്രെയിമിൽ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. അതെ, ഫ്രെയിമിൽ തന്നെ ജോയിൻ ചെയ്ത് നമുക്ക് തിക്നെസ്സിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. 1.25 ഇഞ്ച് നമുക്ക് സൈസ് തന്നെ ഉണ്ടാവും. തിക്നെസ്സിൽ ഒരു കുറവ് നമുക്ക് അതിൽ വരത്തില്ല. ജോയിൻ ചെയ്തിട്ടുള്ള തേക്കുകളായിരിക്കും നമുക്ക്. ഇതിൽ തന്നെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. ഇതിപ്പോ നമുക്ക് പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഒരു 13 to 14 ഇഞ്ചസ് ഇതിന്റെ പലകകൾ വരും. ഇതിനൊക്കെ ഇതാവുമ്പോ ഒറ്റ പീസ് ആയിരിക്കും വരിക. അതിന് നമുക്ക് ഏകദേശം ഒരു 15,000 16,000 ആ റേഞ്ച്. സിംഗിൾ പീസ് ആവുമ്പോൾ നമുക്ക് പ്രൈസിൽ വ്യത്യാസങ്ങൾ വരും. സിംഗിൾ പീസ് ആണെങ്കിലും ജോയിൻ ചെയ്താണെങ്കിലും ഇഷ്യൂസും ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല. ജോയിൻ ആണെന്ന് മാത്രം. ജോയിന്റ് ആണ് അത് വരുന്നത്. ഇതാവുമ്പോൾ നമുക്ക് സിംഗിൾ പലകയിൽ ഉണ്ടാക്കിയതാണെന്ന് പറയാൻ പറ്റും. അതെ, എല്ലാം നമ്മൾ വിത്തൗട്ട് പോളിഷിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്നും പോളിഷ് ചെയ്യില്ല. നമുക്ക് കസ്റ്റമർ ഏത് രീതിയിലാണ് അവര് തരുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ പോളിഷും കാര്യങ്ങളും ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് ആഫ്റ്റർ ഫിറ്റിംഗ് വേണമെന്ന് വെച്ചാൽ നമ്മൾ പോളിഷിന് ആൾക്കാരെ വിട്ടുകൊടുക്കും. CNC വർക്കുകളിൽ CNC വർക്ക് ഇത് സിംഗിൾ പീസ് അല്ലേ? ഇത് സിംഗിൾ പീസാ വരുന്നത്. CNC വർക്കുകൾ ഇത്രയും വീതിയുള്ള തേക്കിന്ന് കട്ട് ചെയ്തെടുക്കും. അതെ, റൗണ്ട് വലുതായിരിക്കും. ഒറ്റ പീസ് ആയിരിക്കും വരിക. ക്വാളിറ്റികൾ നമുക്ക് അതെ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ഇതെല്ലാം നമുക്ക് പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ സീസൺ ചെയ്തിട്ടായിരിക്കും കൊടുക്കുക. വാട്ടർ കണ്ടന്റ് അണ്ടർ 10 വരിക. എല്ലാം പ്രോപ്പർ സീസണിങ്ങും അതിനുള്ള എല്ലാം അവൈലബിൾ. ചെതല് പെട്ടെന്നൊന്നും നമുക്ക് പിടിക്കില്ല. പിന്നീട് പോളിഷ് ചെയ്തിട്ടാലും ഇതൊക്കെ ആണെങ്കിൽ ഏകദേശം എങ്ങനെ വരും? ഇത് നമുക്ക് ഏകദേശം 20,000 റേഞ്ച്. അത്യാവശ്യം നല്ല വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ ശരിക്കും കാണാത്തത് നമ്മളിത് പോളിഷ് ചെയ്യാത്തോണ്ടാണ്. അതെ, വിത്തൗട്ട് പോളിഷ് ആണ്. പോളിഷ് ചെയ്ത് അത് തെളിഞ്ഞ് നിൽക്കാൻ ഇതൊക്കെ സിംഗിളിൽ വരുന്നത്. ഇതൊക്കെ സിംഗിളിൽ വരും. ഇതിലൊക്കെ അത്യാവശ്യം നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട്. അതെ, ഇത് നമുക്ക് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് പ്രൊജക്ഷൻ എംബോസ് ചെയ്ത് കാണാം. അതെ. പിന്നെ അതുപോലെ തന്നെ ഇത് ചട്ടല്ലാത്ത ഡോറുകളാണ്. പലക മാത്രം വെച്ച് പക്ക ഒരു സിംഗിൾ പീസ് ആയിട്ടല്ലേ? അതെ, ഫ്രെയിം ഇല്ല. ഫ്രെയിമില്ലാത്ത ഡോറുകൾ നമ്മൾ ഇതിങ്ങനെ ഡയറക്റ്റ് ഫിറ്റ് ചെയ്യും. തിക്നെസ്സും വരുന്നുണ്ട്. ഇതിന്റെ ബാക്കിൽ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ബാക്ക് സൈഡ് ഇതൊറ്റ പീസ് ആണ്. അതൊറ്റ പീസ്. അതായത് ജോയിന്റ് ഉണ്ടാവും. അത് നമുക്ക് ഒരു 14 ഇഞ്ച് 13 ഇഞ്ച് ആ രീതിയിൽ നമ്മൾ ജോയിന്റ് ഉണ്ടാവും. ഒറ്റ പീസിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നത്. സൈസ് വരുന്നത് ഇത് നമുക്കൊരു 35.5 അതായത് 100ന്റെ ഡോറിന് വരുന്നതാണ്. 100 സെന്റിമീറ്റർ പ്രൈസ് റേഞ്ച്. ഇതും നമുക്ക് ഏകദേശം 23-24 ആ റേഞ്ച് അങ്ങനെ വരുന്നുണ്ട്. തിക്നെസ് ഒരു ഫ്രെയിമിന്റെ തിക്നെസ് വരുന്നുണ്ട്. ഒരു ഫുള്ള് ആ തിക്നെസ്സിൽ ഫ്രെയിമിന്റെ ഫുൾ തിക്നെസ്. അതെ, നല്ല സ്ട്രോങ് ആയിരിക്കും. കാരണം നമ്മൾ സീസൺ ചെയ്യുന്ന കാര്യം കൊണ്ട് പ്രത്യേകിച്ചും വേറെ കംപ്ലൈന്റ്സോ ഇഷ്യൂസോ ഒന്നും വരാൻ വളരെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇതൊക്കെ എല്ലാം നമുക്ക് പോളിഷ് ഇല്ലാത്ത കാരണം കൊണ്ടാണ്. നമുക്കിപ്പോ ഇതേപോലത്തെ ഒരു പാറ്റേൺ ഒരാൾ പറയുകയാണെങ്കിൽ ചെയ്തു കൊടുക്കാം. ഏത് പാറ്റേണും കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇത് അതേപോലെ തന്നെ സിംഗിൾ വരുന്ന വേറെ ഇത് ജോയിൻ ആണ്. അത് ജോയിന്റ് ആണ്. എങ്ങനെ ഒരു റേഞ്ച് വരുന്നത്? ഇത് 16,500 വരും. 16 അത്യാവശ്യം കുഴപ്പമില്ല. സ്റ്റാൻഡേർഡ് ആയി ഫ്രണ്ട് ഡോർ ആണ്. അത്യാവശ്യം നല്ല തിക്ക് വരുന്നത്. തിക്നെസ്സും വരുന്നത്. നമുക്കെല്ലാം നമ്മുടെ ഡോറുകളിലെ പ്രത്യേകത വെച്ചാൽ എല്ലാം നമ്മൾ കുറഞ്ഞതായാലും കൂടിയതായാലും തിക്നെസ്സിൽ നമ്മൾ കുറയ്ക്കില്ല. തിക്നെസ്സിൽ എല്ലാം സെയിം ആയിരിക്കും. അതെ, 3.25 നമുക്ക് തീർത്തുണ്ടാവും. ഇതും ഡോർ തന്നെയാണ്. അതെ. ഇതിന് ജോയിന്റ് ഇല്ല. ഇത് ഒറ്റ പീസാണ്. ഇതിങ്ങനെ പീസായി വെച്ചിട്ടുള്ള നല്ല ഭംഗിയുണ്ടാവും. ഇതെങ്ങനെ റേഞ്ച് വരുന്നത്? 15,500. ഇതും അതേപോലെ ഫ്രെയിംലെസ് ആയി വരുന്നത്. ഇത് ഫ്രെയിം ഉണ്ട്. ഫ്രെയിമിൽ നമ്മൾ ടീക്കിന്റെ പാനൽ ഒട്ടിച്ച് അതിനെ ഗ്രൂ എടുത്തിരിക്കുന്നതാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ ഡോർ ഇത് ചെയ്തിരിക്കുന്നത് ബാക്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും.
ആ ഓക്കെ ഓക്കെ. അതായത് സാധാരണ ഫ്രെയിം ചെയ്ത് തിരിച്ചു വെച്ച മാതിരി. ഇതിന്റെ ആ സൈഡ് അല്ലേ ഫ്രണ്ട്? അതെ അതെ, ആ സൈഡാണ് ഫ്രണ്ട് വരുന്നത്. ഫ്രെയിം വെച്ച് പാനലിംഗ് ചെയ്ത് അതിനെ ഗ്രൂ ആയിട്ട് നല്ല ഫിനിഷ് ആക്കിയിട്ടില്ല, നല്ല ഭംഗിയുള്ള ഡോർ അല്ലേ? അതെ അതെ അതെ. ഇത് നല്ല പോളിഷ് ഒക്കെ ചെയ്ത്. ഇത് എങ്ങനെ റേഞ്ച് വരുന്നത്? ഇത് നമുക്ക് 20 റേഞ്ച് വരുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് അത്യാവശ്യം നല്ല തിക്ക് ഉണ്ടല്ലോ. അതെ അതെ അതെ. ഇതെല്ലാം കുറഞ്ഞ ഡോറുകളാണ് നമുക്ക് വരുന്നത്, കുറഞ്ഞ പ്രൈസിന്. അതും തേക്ക് തന്നെയാണ്? തേക്ക് തന്നെയാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ പ്രത്യേകത പലകകൾ ചെറുതായിരിക്കും. ജോയിന്റ് നമുക്ക് അറിയില്ല, പക്ഷെ ഇതില് ജോയിന്റ് ഉണ്ട് അല്ലേ? ആ ജോയിന്റ് ഉണ്ട്. ജോയിന്റ് നല്ല പെർഫെക്റ്റ് ആയി ഇതൊക്കെ ജോയിന്റ് വരുന്ന പീസ് ആട്ടോ. ഒരു അറിയാത്ത രീതിയിൽ പക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒറ്റ പീസ് ആണെന്ന് കണ്ടാ തോന്നുന്നത്. ഇതെങ്ങനെ നമുക്ക് പ്രൈസ് വരുന്നത്? ഇത് വന്നിട്ട് നമുക്ക് 9,500 9,000 രൂപ വരുന്നത്. നല്ല സ്റ്റാൻഡേർഡ്. ഇത് ഫ്രണ്ട് ഡോർ അല്ലല്ലോ അല്ലേ? അല്ലല്ല, ഫ്രണ്ട് ഡോർ അല്ല, ഇൻസൈഡ് ഡോർ ആണ്. 32. ഇപ്പോ ഫ്രണ്ട് ഡോർ വരുമ്പോൾ ഇതിന് ഏകദേശം നമുക്കൊരു 12,500 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ അതെ. അതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതൊക്കെ ആ റേഞ്ചിൽ പെട്ടത് തന്നെയാണ്. നല്ല സിമ്പിൾ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടില്ലേ? എല്ലാം നമുക്ക് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്ക് ഡോർ തേക്ക് മാത്രമാണോ? അല്ല, തേക്കല്ല, മഹാഗണി. മഹാഗണി ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് 4,000 രൂപ തുടങ്ങിയിട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 4,000 രൂപ കൊടുക്കാൻ പറ്റും. 4,000 രൂപയ്ക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് ബാക്കിൽ ചെറിയ വൈറ്റ് ഇഷ് ഉണ്ടാവും 4,000 രൂപയ്ക്ക്, ചെറിയ രീതിയിൽ. ഇത് വന്നിട്ട് വൈറ്റ് ഇഷ് ആവാ ചെറിയ രീതിയിൽ അവിടെ ചെറിയ രീതിയിൽ ആ ഒരു സൈഡ്. അതെ 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 അതെ. നമുക്ക് പിന്നെ 4,000 രൂപയ്ക്ക് ബബൂൽ എന്ന് പറഞ്ഞ ഒരു ഡോർ ഉണ്ട്. മെറ്റീരിയൽ എന്താ? ബബൂൽ എന്ന് പറഞ്ഞ വുഡാണ്. ബബൂൽ എന്ന് പറഞ്ഞ വുഡാണ്. ഇതാവുമ്പോൾ 4,000 രൂപ. 4,000 രൂപയാണ് ഈ ഡോറിന് വരുന്നത്. ഇത് ഇഷ്യൂസ് ഒന്നും വരില്ല, പെട്ടെന്ന് ചെതല് കാര്യങ്ങളൊന്നും പിടിക്കില്ല? അങ്ങനെ ചെതലൊന്നും പിടിച്ചിട്ടില്ല. കാരണം നോർമലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ. ഈ ഇരിക്കുന്നൊക്കെ എന്ത് ഡോറുകളാണ്? ഇതെല്ലാം സ്റ്റീൽ ഡോറുകളാണ് നമുക്ക്. മെറ്റലല്ല. ഇതെല്ലാം ഇമ്പോർട്ടഡ് ഡോറുകളാണ്. ഇമ്പോർട്ടഡ് ആണ്. അതെ അതെ. ഇത് നമുക്കെല്ലാം ഒരു 19,900 സെറ്റ് ആയിട്ട് ഫുൾ സെറ്റ് അസംബ്ലിയോട് കൂടിയിട്ട് ഇതെല്ലാം റെഡി ടു ഇൻസ്റ്റാൾ ആണ് അതിൽ വരുന്നത്. ഇതൊന്നും ആവുന്നില്ല. ഇല്ല ഒരു ഇഷ്യൂസും വളരെ കുറവ്. നമുക്ക് 5 years ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് മെയിൻ ഡോർ ആയിട്ട് കൊടുക്കാൻ പറ്റും. മെയിൻ ഡോർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതെ അതെ അതെ. നമുക്ക് 12 ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് ഇതിൽ. ലോക്കിംഗ് സിസ്റ്റം കണ്ട എല്ലായിടത്തും ടോപ്പിലും എല്ലാ സ്ഥലത്തും ലോക്ക് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്, മേലെ ഇതിലും വരുന്നുണ്ട്. അപ്പൊ സെക്യൂരിറ്റി ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവില്ല. ഫ്രെയിം നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ വെക്കുമ്പോൾ സിമെന്റ് നിറച്ചിട്ടാണ് അവിടെ ഹെവി ആവും. ഈ ഇരിക്കുന്നൊക്കെ എന്താ, സ്റ്റീലാണോ ഇരുമ്പാണോ? ഇത് ഇരുമ്പാണ്. നമുക്ക് ടാറ്റയുടെ പ്രോപ്പർ ടാറ്റ സ്റ്റീലിൽ ചെയ്തതാണ്. പൗഡർ കോട്ടിംഗ് ചെയ്ത് നല്ല ക്വാളിറ്റി ഈ ഒരു സെറ്റ് ഇത് നമുക്ക് ഏകദേശം ഒരു 17,000 18,000 ആ റേഞ്ചിലേക്ക് നമുക്ക് ഒരു 17,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു സെറ്റില്. അതെ അതെ. ഗ്ലാസ് മാത്രമല്ല, ഗ്ലാസ് മാത്രമാണ് നമുക്ക് ഇല്ലാത്തതുള്ളൂ. ബാക്കിയെല്ലാം റെഡി ടു ഫിക്സ് ആണ്. ഒന്നും അറിയണ്ടാവില്ല. അതേപോലെ തന്നെ അതിന്റെ സേഫ്റ്റി ഡോറുകൾ ഉണ്ട്. ഇതാണ് നമുക്ക് സേഫ്റ്റി ഡോറുകൾ വരുന്നത്. ഇതെങ്ങനെ നമുക്ക് റേഞ്ച്? ഇതെല്ലാം നമുക്ക് 12,900 ആ റേഞ്ചിലേക്ക് വരുന്നത്. 12,900 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഫുൾ സെറ്റ് ആയിട്ട് കൊണ്ടുപോകും. റെഡി ടു ഫിക്സ് ആണ്. ഹെവിയാണ്, ടാറ്റയാണ് നമുക്ക്. ക്വാളിറ്റി ബേസിൽ പക്കയാണ്. നമുക്ക് സ്റ്റെപ്പ് ഒക്കെ എങ്ങനെ ഏകദേശം ഒരു റേഞ്ച് വരിക? സ്റ്റെപ്പുകൾ ഒരേ നമുക്ക് തിക്നെസ്സും അതിന്റെ വിഡ്ത്തിനനുസരിച്ചാണ് നമുക്ക് വരിക. നമ്മൾ വുഡ് അവരുടെ ആവശ്യാനുസരണം നമ്മൾ കട്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് അവരുടെ അളവിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. എത്ര തിക്നെസ് ആണോ പറയുന്നത് ആ തിക്നെസ്സിനനുസരിച്ചാണ് നമുക്ക് പൈസ വരാം. ഇത് നമ്മൾ സാമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പല വുഡിലും നമ്മൾ ഓരോന്നും ഒരേ വുഡാണ്. നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത് അതിനനുസരിച്ച് ചെയ്ത് എങ്ങനെയും ചെയ്യാം. നാടൻ മരങ്ങൾ ഇതൊക്കെ പ്ലാവാണ്, ഉന്നിവാക, അതുപോലെ തന്നെ മുള്ളുവേങ്ങ. നമുക്ക് കുറഞ്ഞ രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. വേങ്ങയൊക്കെ നമുക്ക് വളരെ കോസ്റ്റ് കുറവായിരിക്കും, പക്ഷെ എന്നാൽ കംപ്ലൈൻസ് ഇല്ലതാണ്. ഇതിന്റെ അകത്തുള്ള ഭാഗം യൂസ് ചെയ്യും. അതെ 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 അതെ. എല്ലാം യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ഒക്കെ വരുന്ന വെച്ചാൽ ക്യാബിൻ തിരിച്ച് ഏത് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനെല്ലാ വുഡുകളും നമ്മൾ ചെയ്തു കൊടുക്കും. കട്ടിൽ എങ്ങനെ വരുന്നത്? കട്ടില് നമുക്ക് ഒരേ അളവിനനുസരിച്ചാണ്. ഇത് മരത്തിന്റെ എല്ലാ മെറ്റീരിയൽസും നമുക്ക് കിടിലൻ സാധനമാണ്. അതെ ഇത് ഡെപ്പോ ആണ്. നമുക്ക് ഫോറസ്റ്റ് ടീക്ക് ആണ്. ഇത് നമുക്ക് ഇപ്പൊ ഈ കട്ടിലൊക്കെ ആണെങ്കിൽ ഏകദേശം 24,500. അത്യാവശ്യം നല്ല ഹെവിയാണ്. നല്ല തിക്കാണ് അല്ലേ? ഇതിപ്പോ നമുക്ക് വാൾ തിക്നെസ്സിലും വരുന്നുണ്ട്. ഓരോ റേഞ്ചിൽ കട്ടിങ്ങിലനുസരിച്ച് നമുക്ക് റേറ്റ് ചെറിയ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ 6,000 6,500 രൂപ തുടങ്ങിയിട്ട് തേക്കിന്റെ കട്ടില. തേക്കിലാണ് 6,500 രൂപ. പക്ഷേ തിക്നെസ്സും വിട്ടും കുറവായിരിക്കും. അപ്പൊ ഇവരുടെ സ്ഥാപനത്തിൽ ഏകദേശം 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഇദ്ദേഹം സാജൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നമുക്ക് ഡബിൾ ഡോറുകളൊക്കെ എങ്ങനെ വരുന്നത്? ഡബിൾ ഡോർ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി വരുമ്പോൾ നമുക്ക് ഒരു 12 ഇഞ്ച് 13 ഇഞ്ച് വരെ പലക നമുക്ക് വരും. ഓക്കെ, 12-13 ഇഞ്ചാണ് വരുന്നത് പലക വരുന്നത്. ഇത് ഈ ഒരു പീസ് ജോയിന്റ് ആണോ? ആകെ അതിൽ വരുമ്പോൾ നമുക്ക് വീതി കൂടി വരുമ്പോൾ സാധാരണ നമുക്ക് ഒരു മീറ്റർ അല്ലെങ്കിൽ 1.25
ആ മീറ്റർ വരുമ്പോൾ നമുക്ക് ഒരു ജോയിന്റ് വരും, എന്തായാലും ഒരു ജോയിന്റ് വരും. അല്ലാണ്ട് ഫുള്ള് പലകയിൽ നമുക്ക് സിംഗിൾ ആയിട്ട് കിട്ടൂല. പിന്നെ ഡിസൈൻ ഒക്കെ അനുസരിച്ചാണ് നമ്മൾ CNC നമുക്ക് റേറ്റ് കൂടും. പിന്നെ സാധാരണ നോർമൽ ഡിസൈനിലൊക്കെ വരുമ്പോൾ നമുക്ക് വരുന്നത് 20,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ എങ്ങനെയാണ് റേഞ്ച് വരുന്നത്? ഇത് വരുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് 22,000 രൂപ വരും. 22 രൂപ. 22 രൂപ. ഇത് ഡബിൾ ഡോർ സെറ്റ്, ഡബിൾ ഡോർ 120 കട്ട്ലേറിന്റെ ഫ്രെയിമിന്റെ 120 ഫ്രെയിമിൽ ഫിക്സ് ആയി വരും, ഫിക്സ് ചെയ്ത് വരുന്നതാണ്. ഇത് വേറൊരു പാറ്റേൺ അല്ലേ? ഇത് വേറൊരു മോഡലാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ സൈസാണ് വരുന്നത്. ഇത് രണ്ടും ഒരേ സൈസാണ് വരുന്നത്. 1 മീറ്ററിലാണ് ഈ ഡോർ വരുന്നത്. അപ്പൊ ഇതിന് വരുമ്പോൾ നമുക്ക് 20,000 ആണ് വരുന്നത്. 20,000 രൂപ. ഇത് ഈ ഒരൊറ്റ പീസിന്റെ സൈസ് എത്ര വരുന്നത്? ഒരു പീസിന്റെ വരുമ്പോൾ നമുക്ക് 20 സെന്റിമീറ്റർ വരും. 20 സെന്റ്, 40 സെന്റിമീറ്റർ ടോട്ടൽ വരുന്നുണ്ട് സൈസ്. ഇതൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത്? ഇതൊക്കെ 20,000 രൂപ. 20 രൂപ റേഞ്ച് തന്നെയാണ് വരുന്നത്. ഡബിൾ ഡോർ കുറഞ്ഞ എത്ര വരുന്നത് ടേക്കില്? ഡബിൾ ഡോർ കുറഞ്ഞത് വരുന്നത് നമുക്ക് സെക്കൻഡ് ക്വാളിറ്റിയിൽ വരുന്നത് 17,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. 17,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്ന ഡിസൈനിൽ ഉണ്ടാക്കി തരും. പറയുന്ന ഡിസൈനിൽ നമ്മൾ ഉണ്ടാക്കി തരും. പക്ഷേ നമുക്ക് പലകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതായത് പലകൾ പല ടൈപ്പിലുള്ള പലകളായിരിക്കും. പലകൾ തേക്ക് തന്നെയായിരിക്കും. തേക്ക് തന്നെയായിരിക്കും. പക്ഷെ ഒരു ഒറ്റ മരത്തിന്റെ ആയിരിക്കില്ല. ഒറ്റ മരത്തിന്റെ ആയിരിക്കില്ല. പല മരത്തിനും കട്ട് ചെയ്തതിന്റെ പീസുകളായിരിക്കും. പല ഡിസൈനുകൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് ചെറിയ പ്രൈസിന് കൊടുക്കാൻ പറ്റും. ചെറിയ പ്രൈസിന് നമുക്ക് ഈ ഒരു പാറ്റേൺ ആണെങ്കിലും അത് നല്ല ഭംഗിയുള്ള ഒരു സംഭവം അല്ലേ? ഇതാണെങ്കിൽ എങ്ങനെ വരുന്നത്? ഇത് വരുമ്പോൾ നമുക്ക് 22,000 രൂപ വരുന്നുണ്ട്. 22,000 രൂപ. ഈ ഒരു പീസിന്റെ സൈസ് എത്ര വരുന്നത്? അത് വരുമ്പോൾ നമുക്കൊരു ഏകദേശം നമുക്ക് 3/4 ഡോറാണ്. 3/4 ഡോർ. ഇത് വരുമ്പോൾ നമുക്കൊരു 110 വരും. ടോട്ടൽ 110 സെന്റിമീറ്റർ. 110 സെന്റിമീറ്റർ ടോട്ടൽ വരും രണ്ടും കൂടെ അല്ലേ? അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സൈസിൽ അത്യാവശ്യം നല്ല മോഡലാണ്. നല്ല വെറൈറ്റി മോഡലാണ്. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി, പോളിഷ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. 1 മീറ്ററിൽ നമ്മൾ നോർമൽ ആയിട്ട് വരുന്ന 3/4 ഡോറാണ്. 3/4 ഡോർ. ഇത് അത്യാവശ്യം നല്ല തിക്കിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇത് 1.25 ഇഞ്ച് തിക്നെസ് തീർത്തുണ്ടാവും. 1.25 ഇഞ്ച് തിക്നെസ് ഉണ്ടാവും. ഇത് എങ്ങനെ റേഞ്ച് വരുന്നത്? ഇത് വരുമ്പോൾ നമുക്ക് 20,000 തന്നെ. 20 തന്നെ വരും. പക്ഷേ ഇത് നല്ല തിക്ക് വരുന്നുണ്ടല്ലോ അല്ലേ? അതെ, വരുന്നുണ്ട്. ഇത് വരുമ്പോൾ നമുക്കൊരു 24,000 രൂപ വരും. 24,000 രൂപ അല്ലേ? വർക്ക് അനുസരിച്ചാണ് നമുക്ക് റേറ്റ് വരുന്നത്. നല്ല രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് ഈ മോഡൽ അനുസരിച്ച് ഈ വർക്കിനാണ് നമുക്ക് റേറ്റ് വരുന്നത് അല്ലേ? ജനലിന്റെ ഫ്രെയിം എങ്ങനെ സ്റ്റാർട്ടിങ് വരുന്നത്? ജനലിന്റെ ഫ്രെയിം നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് വേങ്ങയിലാണ് ഏറ്റവും കുറവ് വരുന്നത്. വേങ്ങയാണ് ഏറ്റവും കുറവ് വരുന്നത്. എത്ര പ്രൈസ് വരും? നമുക്ക് 700 രൂപ തുടങ്ങി സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 700 രൂപക്കാണ് വേങ്ങയുടെ ജനൽ ഫ്രെയിം വരുന്നത് അല്ലേ? നമുക്ക് തേക്കാണെങ്കിൽ എത്ര പ്രൈസ് വരും? തേക്ക് വരുമ്പോൾ നമുക്ക് 1,700 രൂപ വരും. 1,700 രൂപ. ഇപ്പൊ ഫോറസ്റ്റ് തേക്കില് നമ്മുടെ സീസൺ ചെയ്ത ഫോറസ്റ്റ് തേക്കിലാണ് കൊടുക്കുന്നത് അല്ലേ? അതെ. ഇത് മാത്രമേ ഉള്ളൂ അതല്ല വേറെ വുഡുകൾ? അതല്ലാതെ നമുക്ക് മഹാഗണിയിലുണ്ട്. മഹാഗണിയിൽ വരുമ്പോൾ നമുക്ക് 800 രൂപ വരും. മഹാഗണി ആണെങ്കിൽ വെറും 100 രൂപ കൊടുക്കുന്നുള്ളൂ. 100 രൂപ പ്ലെയിൻ പാളിക്ക്. കുന്നിവാക എന്നിട്ട് ഒരു മരമുണ്ട്. നമുക്ക് 950 രൂപ പ്ലെയിൻ പാളിക്ക്. ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ധൈര്യമായിട്ട് വന്ന് കണ്ട് നോക്കാൻ പറ്റും. പോളിഷ് ചെയ്യാത്ത കറക്റ്റ് വുഡിൽ ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ അല്ലേ? വുഡിൽ നമ്മൾ പോളിഷ് ചെയ്യാതെ വെച്ചു. പോളിഷ് ചെയ്യാതെ അതായത് നമുക്ക് ക്വാളിറ്റി നോക്കാൻ പറ്റും. നമ്മളെല്ലാം തന്നെ നമ്മൾ വിത്തൗട്ട് പോളിഷിലാണ് എല്ലാ ഐറ്റം അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. പോളിഷ് ചെയ്ത് ശരിക്കും അറിയാൻ പറ്റും. ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ എങ്ങനെ വരുന്നത്? ഇത് വരുമ്പോൾ നമുക്ക് തേക്കിലാണ് വരുന്നത്. ഇത് തേക്കാണ് ഫ്രഞ്ച് വിൻഡോ ആണ്. ഫ്രഞ്ച് വിൻഡോയ്ക്ക് റേറ്റ് വരുന്നത് 3,400 ആണ് വരുന്നത്. 3,400. ഇതിന്റെ സൈസ് എങ്ങനെയാണ്? ഷട്ടർ അടക്കം. ഇത് വരുമ്പോൾ നമുക്ക് 6 അടിക്കാണ് വരുന്നത്. 6 അടി 180 സെന്റിമീറ്റർ വരുന്നത്. 180 സെന്റിമീറ്റർ ഹൈറ്റും വിത്ത് വരുന്നത് 44 സെന്റിമീറ്റർ വിത്തും വരുന്നതാണ്. ഇതിൽ ഈ ഒറ്റ പാറ്റേൺ ഉള്ളൂ? വ്യത്യസ്തമായ ഡിസൈനുകൾ കസ്റ്റമർ എന്തൊക്കെ ഓർഡർ ഏത് ഡിസൈനാണ് ഓർഡർ ചെയ്യുന്നത് ആ ഡിസൈൻ അനുസരിച്ച് നമ്മളൊരു സാമ്പിൾ കാണിക്കുന്നു. ഇനിയിപ്പോ കസ്റ്റമർ പറയുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ ചെയ്തു. ആ രീതിയിൽ കസ്റ്റമർ പറയുന്നത് ഇതിലൊക്കെ സാധാരണ നോർമൽ ആയിട്ട് വരുന്നത് 3,400 വരുന്നത്. അതിന് ഹൈറ്റ് കൂടണേ നമുക്ക് മെഷർമെന്റിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ റേറ്റിൽ വ്യത്യാസം. ഹൈറ്റും വർക്കിനനുസരിച്ചിട്ട് ചെറിയ രീതിയിൽ വരും. വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ സാധാരണ 180 സെന്റിമീറ്ററിൽ നിന്ന് കൂടുമ്പോൾ നമ്മൾ 2 മീറ്റർ ആകുമ്പോൾ നമുക്ക് വീണ്ടും പൈസ കൂടും. സൈസ് വ്യത്യാസം വരും. ഈ ഒരു പാറ്റേൺ ആണെങ്കിലോ? ഈ ഒരു പാറ്റേൺ വരുമ്പോൾ നമുക്ക് വരുന്നത് 2,800 ആണ് വരുന്നത്. 2,800 പാറ്റേൺ തന്നെയാണ് ഇതും വരുന്നത് അല്ലേ? അതെ. ചെറിയ സൈസ് ആണ്. ചെറിയ സൈസ്. ഇതൊക്കെ സാധാരണ വരുമ്പോൾ 140 ഹൈറ്റ് വരുന്ന ജനൽ കട്ടിലേക്ക് വരുന്ന പാളിയാണത്. ഇത് അത്യാവശ്യം വീതിയുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. ഇത് നമുക്ക് 2,800 വരും. 2,800 സ്റ്റാർട്ടിംഗ്. പിന്നെ വരുന്നത് നമുക്ക് ഷട്ടർ ഇല്ലാണ്ട് നോർമൽ പാളിയാണത്. ഫുൾ ഗ്ലാസ് കൊടുക്കാം.
കൊടുക്കാൻ പറ്റുന്ന ഗ്ലാസ് കൊടുക്കാൻ പറ്റുന്നത് സെപ്പറേറ്റ് ഗ്ലാസ് ആണ് വരുന്നത്. ഓക്കെ, ഓരോ സിംഗിൾ പീസ് സിംഗിൾ ആയിട്ട്. ഇതാണെങ്കിൽ എങ്ങനെ റേഞ്ച് ഇത് വരുമ്പോൾ 2400 വരുന്നത്. 2400 രൂപ. തേക്കന്നെയാണ് വരുന്നത്. തേക്കിന്റെ തന്നെ. തേക്കിൽ ഇത് ഈ ഒരു പാറ്റേണിൽ വരുന്നത് 2400. ഇതാണെങ്കിലോ ഇതില് താഴെ കൊടുത്തിരിക്കുന്നത് ഷട്ടറാണ്. ഷട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ പീസ് ആയിട്ട് തന്നെയാണ് കള്ളികൾ കൂട്ടിയിട്ടേക്കണതാണ്. ഇത് ഒറ്റ ഗ്ലാസ് ആണ്. ഗ്ലാസ് ആണ് വരുന്നത്. ഇതാണെങ്കിൽ എങ്ങനെ പ്രൈസ് വരിക? ഇത് വരുമ്പോൾ 2800 തന്നെ വരുന്നത്. 2800 തന്നെ. സെപ്പറേറ്റ് ഷട്ടർ വരുമ്പോ ഇത് തേക്കന്നെയാണോ? 1800 തേക്കാണ്. 1800 രൂപ വരും. ഇത് പ്ലെയിൻ പാളിയാണ്. ഫുൾ പ്ലെയിൻ പാളി. ഇതാണെങ്കിൽ എത്ര വരുന്നത്? 1700 രൂപ. 1700 രൂപ തേക്ക് അല്ലേ? തേക്കില് വരും. തേക്കില് വരുന്നത്. ഇതും 2800 തന്നെ വരുന്ന 2800 വരുന്ന വേറൊരു പാറ്റേൺ അല്ലേ? വേറെ പാറ്റേൺ ആണ്. ഇതെന്താ മെറ്റീരിയൽ വരുന്നത്? ഇത് WPC അല്ലേ? വുഡൻ പ്ലാസ്റ്റിക് കമ്പോസ്റ്റ്. വുഡും പ്ലാസ്റ്റിക്കും കമ്പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് റേഞ്ച് വരുന്നത്? ഇത് നമുക്ക് ഓരോ ഡെൻസിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് വരിക. അതായത് നമുക്കിപ്പോ ഡോറിന്റെ ഷീറ്റുകൾക്കൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.65 ആ റേഞ്ചിലേക്ക് വരിക. കൂടുതലും നമുക്ക് ഡെൻസിറ്റി കൂടുന്തോറും ഈ ഷീറ്റിന് നമുക്ക് കനം കൂടും. ക്വാളിറ്റിയും കുറയും. അത് കാരണം 657. ഇത് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ചാണോ വരുന്നത് അതോ സെപ്പറേറ്റ്? എല്ലാം സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് സൈസ് പീസ് ആയിട്ട് വരിക. കട്ടില് വേറെ നമുക്ക് റണ്ണിങ് പീറ്റിന്റെ പൈസ വരിക. ഇത് നമുക്ക് കട്ടില് വന്നിട്ട് നമുക്ക് എല്ലാം 0.95 നമുക്ക് റേഞ്ച് വരും. 100 ഉണ്ടാവും. അത് നമുക്ക് ആ ഡെൻസിറ്റി എത്രയാണ് വരുന്നത് അതിനനുസരിച്ചാണ് ഏകദേശം നമുക്കൊരു 170 റുപ്പീസ് 165 റുപ്പീസ് ആ റേഞ്ചിലേക്ക് നമുക്ക് ഡെൻസിറ്റി കുറഞ്ഞത് അപ് ടു 220 230 ആ റേഞ്ചിലേക്ക് വരാം. ഇതാണെങ്കിൽ നമുക്ക് പെർ ഷീറ്റിനാണ് നമുക്ക് വരാം. ഒരു 5000 റേഞ്ചിലേക്ക് ആ റേഞ്ചിലേക്ക് വരും. കട്ടിള നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 2000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2000 രൂപയാണ്. ഇത് വേങ്ങയില് വെറും 2000 രൂപയ്ക്കാണ് കട്ടിൽ കൊടുക്കാൻ പറ്റും. ഇതിന്റെ സൈസ് നോർമൽ സൈസ് 80 സെന്റിമീറ്റർ 90 സെന്റിമീറ്റർ ഔട്ടർ വരും. ഇൻസൈഡ് ഡോർ 80 സെന്റിമീറ്റർ. അത് ഏതാണ് കസ്റ്റമർ ഇപ്പൊ ഇനിയിപ്പോ ചെറിയ രീതിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പണിയണമെന്ന്. ഇതാണെങ്കിൽ എത്ര വരുന്നത്? ഇത് ആഞ്ഞലിയാണ്. ആഞ്ഞലി ഇതെല്ലാം നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ഒരു 2900-3000 ആ റേഞ്ചിലേക്ക് വരും. 2900-3000 അതായത് ചീപ്പ് പ്രൈസിൽ കൊടുക്കാൻ പറ്റും. നമ്മളെല്ലാം റൗണ്ട് എല്ലാം വലുതായിരിക്കും. അത് കാരണം ബെൻഡിങ് ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വളരെ കുറവായിരിക്കും. അത് കാരണം നമ്മൾ പണിത് വെച്ചിരിക്കുന്നത്. 2900 ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇതാണെങ്കിൽ 2000 രൂപ. ഇത് 2900. ഇത് സ്റ്റീലാണോ ഇരുമ്പാണോ? ഇത് ഇരുമ്പാണ്. ഇരുമ്പിനെ നമുക്ക് ഏത് മോഡലിലും നമുക്ക് വന്നു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏത് സൈസിലും ഏത് മോഡൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തു. കമ്പിം പട്ടയാണെന്ന് വെച്ചാൽ കമ്പിം പട്ട, അതുപോലെ തന്നെ റാഡ്. ഇത് നമ്മൾ സാമ്പിളിന് വെച്ചിരിക്കുന്നത്. ഓരോന്നിലും ഓരോ ഡിസൈൻ. ഏത് ഡിസൈൻസിലാണോ നമുക്ക് വേണ്ടത്. പട്ടയും അതെ അത് റാഡാണ്. റൗണ്ട് പൈപ്പാണ്. അതെ ട്യൂബ് ഉണ്ട്. അതുപോലെ തന്നെ SS ഉണ്ട്. കമ്പിം പട്ടയുടെ പടം ഗ്രില്ലുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പാളികളും ഓരോ ഡിസൈൻസിലാണ് നമുക്ക് വരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതാവുമ്പോ ഈ ഒരു പാറ്റേൺ അത് പ്ലെയിൻ പാറ്റേൺ. നമുക്ക് ഇതിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കസ്റ്റമർ ഏത് രീതിയിലാണ് നമുക്ക് ചൂസ് ചെയ്യണ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ എങ്ങനെ ഏകദേശം ഒരു സ്റ്റാർട്ടിങ്? ഇത് നമുക്ക് ഓരോ മോഡലും അനുസരിച്ചാണ് നമുക്ക് വരിക. കസ്റ്റമർ ഇപ്പൊ ഏതാണ് മോഡൽ സെലക്ട് ചെയ്ത് അതിനനുസരിച്ച് അവർ പറയുന്നതിനനുസരിച്ച് നമുക്ക് ഇപ്പൊ നമ്മള് വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇപ്പൊ കോഴിക്കോട് അതല്ലെങ്കിൽ പട്ടാമ്പി അങ്ങനെയുള്ള ആ ഒരു ചുറ്റളവിലൊക്കെ ഉള്ള ആളാണെങ്കിൽ നമ്മൾ കറക്റ്റ് എങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത്? നമ്മൾ കറക്റ്റ് NH ഇത് തന്നെയാണ്. അതായത് തൃശ്ശൂർ ടു എറണാകുളം റൂട്ടിൽ നമ്മൾ ചാലക്കുടി എത്തുന്നതിനേക്കാളും മുമ്പാണ് നമ്മുടെ പോട്ട സിഗ്നൽ എന്ന് പറയും. പോട്ട സിഗ്നലാണ് NH തന്നെയാണ് ഷോപ്പ്. അതുപോലെ നമ്മൾ ഡോർ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഡോർ ഡെലിവറി 1 lakhന് മേലെ നമുക്ക് പർച്ചേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫ്രീ ആയിരിക്കും. നമുക്ക് 1 lakhന് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത്. ഡോറിൽ ഡെലിവറി. അതല്ല നമുക്കിപ്പോ കസ്റ്റമർ നമുക്ക് വെയിറ്റിംഗ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് പോകുന്ന വഴി നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിക്ചേഴ്സും കാര്യങ്ങളും എല്ലാ അവൈലബിൾ ആണ് നമുക്ക്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ കൊട്ടേഷൻ ഓക്കെ ആണെങ്കിൽ ഒന്ന് വന്ന് കണ്ട് ഏറ്റവും നല്ലതാണല്ലോ. ഒന്ന് കണ്ട് കസ്റ്റമർ അടുത്ത് എല്ലാവരുടെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഇതിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്ത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു ഐറ്റത്തിലും നമ്മൾ പോളിഷ് ചെയ്യില്ല. ഒരെണ്ണത്തിൽ പോലും പോളിഷ് ചെയ്തിട്ടില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏത് ഫുഡാണെങ്കിലും കട്ടിലാണെങ്കിലും അതേപോലെ തന്നെ വാതിലാണെങ്കിലും ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ഒറിജിനൽ ആണോ എന്നുള്ളത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. കാരണം പോളിഷ് തൊട്ടിട്ടില്ല. പോളിഷിന് വേണമെങ്കിൽ ആൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം.